ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടം നവംബർ 6-ന്, രണ്ടാം ഘട്ടം നവംബർ 11-ന്, വോട്ടെണ്ണൽ നവംബർ 14-ന്. ആ തരത്തിലേക്ക് ഇപ്പോൾ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആദ്യഘട്ടം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഒക്ടോബർ 17-ആണ്. രണ്ടാം ഘട്ടം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഒക്ടോബർ 20. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മുകശ്മീർ, ഒഡീഷ, ജാർഖണ്ഡ്, മിസോറാം, പഞ്ചാബ്, തെലങ്കാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നവംബർ 11-ന്. അങ്ങനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടെയും വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത് നവംബർ 14-ന് തന്നെയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, അങ്ങനെ 2 ഘട്ടമായി ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നു. അത് ഛാട്ട് പൂജയ്ക്ക് ശേഷം തൊട്ടടുത്ത് തന്നെ നടക്കണമെന്നൊക്കെ ഒരു ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. ആ തരത്തിലേക്ക് തന്നെയാണോ ഈ തീയതികൾ? ഒക്ടോബർ അവസാനമാണല്ലോ ഛാട്ട് പൂജ. അനുജ, ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ബീഹാറിലേത്. കാരണം ഒട്ടേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയ ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്. ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്ന ഒരു പ്രക്രിയയായിരുന്നു ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ നിയമപോരാട്ടത്തിന് വരെ ഇറങ്ങിത്തിരിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മദർ ഓഫ് ഓൾ എലക്ഷൻസ് എന്നാണ് വിശേഷിപ്പിച്ചത് ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ. അത്രത്തോളം പ്രാധാന്യം, അല്ലെങ്കിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നവീകരണം ബീഹാർ മുതൽ നടപ്പാക്കാനുള്ള ഒരു തീരുമാനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതികൾ സംബന്ധിച്ചുള്ള എല്ലാ അഭ്യൂഹങ്ങളും അകന്നിരിക്കുന്നു. നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഛഠ് പൂജ ആഘോഷങ്ങൾ അത് ഈ ഒക്ടോബർ 28-ന് പൂർത്തിയാക്കും. അതിനുശേഷം നവംബർ 6-ന് ആദ്യഘട്ട വോട്ടെടുപ്പും നവംബർ 11-ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പും നടക്കും. നവംബർ 14-നാണ് വോട്ടെണ്ണൽ നടക്കുക ബീഹാറിലെ. ഇതോടൊപ്പം തന്നെ മറ്റ് 8 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പുകളും ബീഹാർ തിരഞ്ഞെടുപ്പിനോടൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീരിലെ 2ഇടത്തും രാജസ്ഥാനിലും ഒഡീഷ, മിസോറാം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് ഉപതിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ബീഹാറിൽ ആദ്യഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 17-ആണ്. രണ്ടാം ഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഒക്ടോബർ 20-മാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ നടക്കുക നവംബർ 14-ന് തന്നെയായിരിക്കും എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തവണ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുന്ന സാഹചര്യങ്ങൾ ഒട്ടേറെയുണ്ട്. നേരത്തെ തന്നെ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ പ്രധാന 2 മുന്നണികൾ NDAയും മഹാസഖ്യവും തമ്മിലുള്ള ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും രാജ്യത്തെക്കാൾ മുമ്പേ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നേരിട്ടറിയാവുന്ന ഒരു കണ്ണാടിയായാണ് ബീഹാർ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്. അത് സമീപകാലത്തായി ബീഹാറിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് രൂപപ്പെട്ട മഹാസഖ്യം പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഒരു ദേശീയ മുന്നണിയായി മാറുന്ന കാഴ്ച കണ്ടു. ഇതിന് സമാനമായ തരത്തിൽ ചരിത്രപരമായും ബീഹാറിന് അത്തരത്തിൽ ഒട്ടേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ബീഹാറിൽ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സർവേ ഫലം അത് 2 മുന്നണികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം എന്നാണ് പ്രവചിക്കുന്നത്. 1% വ്യത്യാസം മാത്രമാണ് ഇരു മുന്നണികളും തമ്മിലുള്ള വ്യത്യാസമായി പ്രവചിക്കപ്പെടുന്നത്. അതിൽ തന്നെ മുൻതൂക്കം നിലവിൽ ഭരണത്തിലുള്ള NDA മുന്നണിക്ക് നൽകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണയും തീപാറുന്ന പോരാട്ടമായിരുന്നു ബീഹാറിൽ നടന്നത്. വോട്ടെണ്ണൽ പുലർച്ചെ 3:45 വരെ നീണ്ടുപോകുന്ന സാഹചര്യവും ഈ രാജ്യത്ത് വോട്ടെടുപ്പിനായി വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയതിനു ശേഷം ആദ്യമായി കഴിഞ്ഞ തവണ ബീഹാറിൽ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ 25ഓളം സീറ്റുകളിൽ പരാതി ഉയരുന്നതും അത് പിന്നീട് നിയമപോരാട്ടത്തിലേക്ക് ഉൾപ്പെടെ നീങ്ങുന്നതും ബീഹാറിൽ കഴിഞ്ഞ തവണ സാക്ഷ്യം വഹിച്ചിരുന്നു. ഇത്തവണയും സമാനമായ ഇഞ്ചോടിഞ്ച് മത്സരം തന്നെ ഇരു മുന്നണികളും തമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. JDUവും BJPയും HMM ലോക് ജനശക്തി പാർട്ടിയും ഉൾപ്പെടുന്ന NDA സഖ്യവും ഒപ്പം തന്നെ മഹാസഖ്യം RJDയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും 3 ഇടത് പാർട്ടികളും ഒപ്പം തന്നെ VIP-യും കൂടാതെ പശുപതി പരസ് LJPയിൽ നിന്നും പിരിഞ്ഞ പശുപതി പരസിന്റെ പാർട്ടിയും ചേരുന്നതാണ് ഇത്തവണത്തെ മഹാസഖ്യം. ബീഹാറിലെ ഈ ഇരു മുന്നണികളും സീറ്റ് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ തന്നെ ബീഹാറിൽ തേജസ് യാദവിന്റെ നേതൃത്വത്തിൽ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന യോഗം ചേർന്നിരുന്നു.
ഇത്തരത്തിൽ ഏറെ വാശിയോടെ നടക്കുന്ന ഒരു മത്സരമാണ് ബീഹാറിലേത്. 2 ഘട്ടമായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. കാരണം ഇനി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി നിയമസഭയുടെ കാലാവധി പൂർത്തിയാകാൻ അധിക സമയം നിലനിൽക്കുന്നില്ല. നവംബർ 22-നാണ് നവംബർ 22-ന് അതിനു മുൻപ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇനിയിപ്പോൾ അതിലേക്ക് നീങ്ങുകയാണ്. ബീഹാർ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 ഘട്ടമായി നവംബർ 6, നവംബർ 11, ഒപ്പം നവംബർ 14 വോട്ടെണ്ണൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.